അടുത്തത് TP അഷ്റഫ് അലി. നിയമസഭയിൽ ഇത് കന്നി അംഗമായിരുന്നു. ലീഗിന്റെ കോട്ടയായ കൊണ്ടോട്ടിയിൽ 56,017 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് TP അഷ്റഫ് അലി ജയിച്ചു കയറിയത്. ഡോക്ടർ P. ജിജിയെ തോൽപ്പിച്ചാണ് നിയമസഭയിലേക്കുള്ള വരവ്. ആദ്യമാണ് നിയമസഭയിൽ കന്നി അംഗം പുതുമുഖം. MSFിലൂടെ രാഷ്ട്രീയത്തിലേക്ക്, ചാനൽ ചർച്ചകളിൽ സജീവമുഖം. MSFിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, MSFിന്റെ പ്രഥമ ദേശീയ പ്രസിഡന്റ്, യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. TP അഷ്റഫ് അലി നിയമസഭയിൽ എത്തുന്നതിന് മുൻപ് ലീഗിന്റെ കോട്ടയായ കൊണ്ടോട്ടി അബ്ദുള്ള മുസ്ലിയാർ അഷ്റഫ് അലി എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യവും ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും കാരുണ്യവാനായ ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. TP അഷ്റഫ് അലിയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ഡോക്ടർ P. ജിജിയെ തോൽപ്പിച്ചാണ് കൊണ്ടോട്ടിയിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. വൻ ഭൂരിപക്ഷമാണ് കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലിക്ക് ലഭിച്ചത്. നിയമസഭയിൽ ഇത് ആദ്യ മത്സരമാണ്. നിയമസഭയിൽ ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ച് TP അഷ്റഫ് അലി നിയമസഭയിലേക്ക് എത്തുന്നു. അടുത്തത് ശ്രീ MR ബൈജു ആണ്. കാട്ടാക്കട MLA ആയ MR ബൈജു ആണ്. കാട്ടാക്കടയിൽ വളരെ ജനപ്രിയനായ MLA ആയിരുന്നു കാട്ടാക്കടയിൽ ഉണ്ടായിരുന്നതെങ്കിലും കാട്ടാക്കടയിലെ MLA പരാജയപ്പെടുത്തി കാട്ടാക്കട MR ബൈജു MLA ആയി 7,136 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. IB സതീഷിനെയാണ് തോൽപ്പിച്ചത്. സഭയിൽ പുതുമുഖമാണ്. UDFിനായി കന്നി അംഗമായിരുന്നു. 10 വർഷത്തിന് ശേഷം കാട്ടാക്കട തിരിച്ചുപിടിച്ചത് ബൈജുവിലൂടെയാണ്. സഹപ്രവർത്തകർ വിളിക്കുന്നത് MR എന്നാണ്. ബൈജു എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കാട്ടാക്കടയുടെ ബൈജുവണ്ണൻ സ്പ്ലെൻഡറിലായിരുന്നു കാട്ടാക്കടയുടെ മുക്കിലും മൂലയിലും MR എന്ന് വിളിച്ചിരുന്ന ബൈജുവണ്ണൻ എത്തിയിരുന്നത്. ഇനി MLA കാറിലായിരിക്കും കാട്ടാക്കട മണ്ഡലത്തിൽ സജീവമാവുക. IB സതീഷിനെ പരാജയപ്പെടുത്തിയ കാട്ടാക്കടയുടെ ബൈജുവണ്ണനാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. 10 വർഷത്തിനു ശേഷം കാട്ടാക്കട തിരിച്ചുപിടിച്ചത് 7,136 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതും സാക്ഷാൽ IB സതീഷിനെ പരാജയപ്പെടുത്തിയാണ് കാട്ടാക്കടയുടെ ബൈജുവണ്ണൻ MR. അടുത്തത് KN ബാലഗോപാലാണ്. കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന KN ബാലഗോപാൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു. 1012 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. കനത്ത പോരാട്ടമായിരുന്നു CPM-ൽ നിന്ന് തന്നെ UDFിലേക്ക് പോയ അഡ്വക്കേറ്റ് P. ഐഷ പോറ്റിയുമായി നേരിടേണ്ടി വന്നത്. അവിടെ നിന്നും 1012 വോട്ടുകൾക്കാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ചു കയറിയത്. സഭയിൽ 2ാം തവണ ജയിച്ച മന്ത്രിമാരിൽ ഒരാളാണ്. KN ബാലഗോപാൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. 2ാം പിണറായി സർക്കാരിൻ്റെ ധനവകുപ്പ് മന്ത്രിയാണ്. 1012 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് കൊട്ടാരക്കരയിൽ നിന്ന് കടന്നുകൂടിയത്. P. ഐഷ പോറ്റിയുമായിട്ട് കനത്ത പോരാട്ടമായിരുന്നു. ധനവകുപ്പ് മന്ത്രി, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, SFIയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ നേതാവാണ്. DYFI ദേശീയ ഭാരവാഹിയായിരുന്നു. മുഖ്യമന്ത്രിയായപ്പോൾ BS അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു KN ബാലഗോപാൽ. ഇക്കുറി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഒപ്പം സഭയിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നിരയെ നയിക്കുന്നത് KN ബാലഗോപാൽ കൂടിയാണ്.